Welcome my dear students to our next class of marketing, and we were discussing about pricing. Pricing is that much important for a marketer because it ensures the profitability and also so many other factors like image, goodwill, etc. of the organization. Then in the previous class we have studied the pricing policies, and we have seen that there are mainly 4 important types of pricing policies, and they are cost oriented, demand oriented, competition oriented, as well as value oriented. And pricing policies means the guidelines or certain important rules and regulations within which we will take the important decisions regarding pricing, and it will be different for different organizations. So that's pricing policy. And in today's class we are going to discuss about pricing strategies or different methods of pricing. There are so many methods. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈസിംഗ് പോളിസികളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതായത് ആ ഒരു ഓറിയൻറ്റേഷൻ, അതായത് ഏത് പോളിസീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസിങ് നടത്തുക എന്നുള്ളത് ആ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. അതേസമയം ഇന്നത്തെ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്, അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ്. ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, കാണാനായിട്ട് പോകുന്നത്. ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് നമ്മുടെ ഓരോ ബിസിനസ്മാനും അവരുടേതായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാവും. പ്രൈസിങ്ങിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ് തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്ന സമയത്തുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് എന്താണ് പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്ന് തീരുമാനിക്കുക എന്നുള്ളത്. സോ ആ പ്രൈസിങ് ഒബ്ജക്റ്റീവിനെ മുൻനിർത്തി എങ്ങനെ ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ ഇത് നിൽക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ പോയാലായിരിക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിങ് ഒബ്ജക്റ്റീവ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസ് എന്ത് ചെയ്യും, പ്രൈസിങ് നടത്തും. അങ്ങനെയുള്ള ഏതൊക്കെ രീതിയിൽ പ്രൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഒരുപാട് പ്രൈസിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ്, ഓരോ പ്രൈസിങ് ഡിസിഷൻ്റെയും ആ ഒരു ബേസിക് ക്യാരക്ടറിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. മിക്കവാറും അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് പ്രൈസിങ്ങിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ പ്രൈസിങ്ങിൻ്റെ ബേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുവിധം ചിലത് മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവാതെ വരുള്ളൂ. അത് നിങ്ങളതിൻ്റെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. സോ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പ്രൈസിങ് മെത്തേഡ്സ് ഓർ പ്രൈസിങ് സ്ട്രാറ്റജീസ്. ഇതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രൈസിംഗ് ആണ്. സൈക്കോളജിക്കൽ പ്രൈസിംഗ്. Psychological pricing. And what do you mean by psychological pricing? From the name itself, we can derive the base characteristic of this type of pricing. It means that psychological pricing means that a pricing method which aims to capture the psychological status of the consumer. Naturally or usually, the psychology of a consumer is that if the product is highly priced, it will acquire some sort of quality. That is the basic psychology of a consumer. പ്രൊഡക്റ്റിന് കുറച്ച് വിലയുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്നാണ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ നേരെ ഓപ്പോസിറ്റും, അതായത് പ്രൊഡക്റ്റിന് പ്രൈസ് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഡീഗ്രേഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എന്നുള്ളൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. ഈ ഒരു ധാരണയെ മുൻനിർത്തി, ഈ ഒരു സൈക്കോളജിയെ മുൻനിർത്തി നമ്മൾ പ്രൊഡക്ട്സിനെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ പ്രൈസിങ്. ഇനി ഈ സൈക്കോളജിക്കൽ പ്രൈസിങ് എല്ലാ പ്രൊഡക്ട്സുകൾക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല.
നമ്മൾ ഡെയിലി റുട്ടീനായിട്ടുള്ള പ്രോഡക്ട്സുകൾക്ക്, കൺസ്യൂമബിൾ സ്റ്റോഴ്സിന്, കൺസ്യൂമർ ഗുഡ്സിന് ഒന്നും ഇത് ബാധകമല്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലക്ഷൂറിയസ് പ്രോഡക്ട്സുകൾ, ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ്, വളരെ റെയർലി മാത്രം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇതുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈക്കോളജീനെ, ഇപ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നവർ, പ്രത്യേകിച്ചും ഗിഫ്റ്റ്, നമ്മളിപ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യില്ല, നോക്കില്ല. നമ്മളതിൻ്റെ ക്വാളിറ്റി മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒക്കേഷൻസിൽ നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ പ്രൈസ്, അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾക്ക്, ഗിഫ്റ്റഡ് ആർട്ടിക്കിൾസിന്, അതുപോലെ ഒക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ചില ആക്സസറീസിന് ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈസിങ് മെത്തേഡ് എന്ത് ചെയ്യാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. ദാറ്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഈസ് നോൺ ആസ് സൈക്കോളജിക്കൽ പ്രൈസിങ്. ആ ഒരു പ്രത്യേക മെത്തേഡിന് വിളിക്കുന്ന പേരാണ് എന്ത്, സൈക്കോളജിക്കൽ പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് പ്രൈസിങ് ഈസ് നോൺ ആസ്, അടുത്ത പ്രൈസിങ് മെത്തേഡിൻ്റെ ആ ഒരു പേരാണ് എന്ത്, ഓഡ് പ്രൈസിങ്. In your school classes you have studied what is even number and odd number അല്ലേ, പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓഡ് നമ്പർ? ഓഡ് നമ്പർ മീൻസ് ഒറ്റ സംഖ്യ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയും. ഈ ഒറ്റ സംഖ്യകളിൽ അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ പ്രൈസിങ് നടത്തുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്, ഓഡ് പ്രൈസിങ് അല്ലേ. സാധാരണ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ പ്രോഡക്ട്സ്, ബാറ്റയുടെ ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെയുള്ള ആർട്ടിക്കിൾസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് തമാശയ്ക്കോ കളിയാക്കിയോ ഒക്കെ പറയാറുണ്ട് അല്ലേ. അതിൻ്റെ വില നമ്മൾ 199 രൂപ അല്ലെങ്കിൽ 599 രൂപ, അങ്ങനെ ഒരു പ്രൈസിങ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ആ റൗണ്ട് ഫിഗർ പറയാതെ 599 എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താണ് അവിടുത്തെ ആ ഒരു പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്, 500ലാണ് നിൽക്കുന്നത്. പക്ഷെ ആക്ച്വലി 600ൻ്റെ തൊട്ടടുത്താണ് അത് എന്ത് ചെയ്യണത്, നിൽക്കുന്നത് എന്ന് ആര് ചിലപ്പോൾ റിയലൈസ് ചെയ്തു എന്ന് വരില്ല. കൺസ്യൂമർ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെ ചിലപ്പോൾ പ്രോഡക്ട്സ് എന്ത് ചെയ്തു എന്ന് വരാം, വാങ്ങി എന്ന് വരാം. ചില ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾക്ക് ഒക്കെയാണ് ആ ഒരു രീതി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സ്വീകരിക്കാറുള്ളത്. ബ്രാൻഡഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആൾക്കാർ കൂടുതലും ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുകൾക്കാണ് ഈ ഒരു ഓഡ് പ്രൈസിങ് എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഈസ് നോൺ ആസ് ഓഡ് പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് customary pricing. Customary and what do you mean by customary pricing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. Customary according to tradition, that is customary according to tradition as the rule prevailing in the society എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഇത്ര നാളും അതിനെ എങ്ങനെയാണോ നമ്മൾ പ്രൈസ് ചെയ്തിരുന്നത് അതിൽ വല്ലാണ്ടൊരു ഹൈക്കോ അല്ലെങ്കിൽ വല്ലാത്തൊരു ഡിക്രീസോ ഉണ്ടാകാതെ നമ്മളതിനെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നൊരു പേരാണ് എന്ത്, കസ്റ്റമറി. ഫോർ എക്സാമ്പിൾ ബിസ്ക്കറ്റ്സ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ ചില സ്നാക്സ് ഐറ്റംസ്, ഇതിനൊക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൈസിങ് സിസ്റ്റമാണ്, പ്രൈസിങ് മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് അത് നമുക്കറിയാം അത് എന്നും ഫ്രീക്വൻ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം അതിൽ വല്ലാണ്ടൊരു ഹൈക്ക് വരേണ്ട കാര്യമില്ല. ചിലപ്പോൾ 1-2 രൂപയുടെയൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം, അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. അതേസമയം അതിൽ ഒരു 100 രൂപയുടെ ഇൻക്രീസ്, ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും 100 രൂപ അല്ലെങ്കിൽ 150 രൂപ 500 രൂപയ്ക്ക് ഇൻക്രീസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല. കാരണം അതൊരു ട്രഡീഷൻ്റെ ബേസിൽ അതിങ്ങനെ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് അത് വീണ്ടും പ്രൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള പ്രൈസിങ് രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്, കസ്റ്റമറി സർവീസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫോളോ ദ ലീഡർ
pricing. Follow the leader pricing. And what is going rate or what is follow the leader pricing? Going rate means what price or which price is introduced or which is charged by our competitors, especially the leading competitors. Then we are just imitating that pricing method. That method is known as going rate or follow the leader method. അല്ലേ, ഫോളോ ദ ലീഡർ, ലീഡറിനെ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ഏത് രീതിയിലാണോ അവർ പ്രൈസ് ചെയ്യുന്നത്, കോസ്റ്റിനെ നോക്കിയിട്ടാണോ അവർ പ്രൈസ് ചെയ്യുന്നത്, അതോ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണോ അവർ പ്രൈസ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രൈസിങ് നടത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയെ വിളിക്കുക. അതിനൊരു കാരണമുണ്ട്, നമ്മളങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം? രഹസ്യം ഇത്രയൊന്നുമില്ല, നമ്മൾ അവരെ വിട്ട് അവരെ മാറ്റി നിർത്തി നമ്മുടേതായിട്ടുള്ളൊരു ശൈലിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ല, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാക്സി സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവിടെ നമ്മൾ എല്ലാ ഓട്ടോറിക്ഷയും കിലോമീറ്റർ 25 രൂപയ്ക്കാണ് ഓടുന്നത്. അതേസമയം ഒരു ഓട്ടോ മാത്രം കിലോമീറ്ററിന് 10 രൂപയ്ക്കാണ് ഓടുന്നതെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. സാധാരണ അത് പ്രാക്ടിക്കലി നടക്കുന്നൊരു സംഭവമല്ല, എങ്കിലും നമ്മളൊക്കെ ഒന്ന് അസ്യൂം ചെയ്യാമല്ലോ. എത്ര ദിവസം അങ്ങനെ 10 രൂപയ്ക്ക് അയാൾ ഓടും? എത്ര രൂപയ്ക്ക് ഓടും? എത്ര ദിവസം ഓടും? ഏറി വന്നാൽ 1-2 ദിവസം, മാക്സിമം പോയാൽ ഒരാഴ്ച നമുക്ക് പിടിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഓടിക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. സോ അവിടെയാണ് ഈ ഗോയിങ് റേറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ തന്നെ മാർക്കറ്റ് ഷെയറിൽ മുൻപന്തിയിലുള്ള, പ്രോഫിറ്റബിലിറ്റിയിൽ മുൻപന്തിയിലുള്ള, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നടക്കുമ്പോഴാണ് ഈ ഒരു ശൈലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത്, നിങ്ങൾക്ക് അറിയാം. ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള അതിൽ മെമ്പേഴ്സ് ആയിരിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഗോയിങ് റേറ്റ് അല്ലാതെ വേറൊരു മാർഗം അവിടെ ഇല്ല. സോ എൻ്റെ മറ്റേ പേരും കൂടി, ഫോളോ ദ ലീഡർ സ്ട്രാറ്റജി എന്നുള്ള പേരും കൂടി നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, പഠിച്ച് വെക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത പ്രൈസിങ് മെത്തേഡിൻ്റെ പേരാണ് ദാറ്റ് ഈസ് dual pricing method. Dual pricing, in the name itself we can know that there is a kind of double pricing in it അല്ലേ. അതായത് എന്താണ് ഡ്യുവൽ പ്രൈസിങ്ങിൽ സംഭവിക്കുന്നത്? ഡ്യുവൽ പ്രൈസിങ്ങിൽ ഇത്രയേ ഉള്ളൂ, അതായത് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ ഈടാക്കുക. ദാറ്റ് ഈസ് ഡ്യുവൽ പ്രൈസിങ്. സാധാരണ രീതിയിൽ നോർമൽ കസ്റ്റം അനുസരിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്ട്സിനും ഒരേപോലെയുള്ള വിലയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കൊടുക്കാറുള്ളത്. ബട്ട് ചില പ്രോഡക്ട്സുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൈസിങ് ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ദിസ് ഡ്യുവൽ പ്രൈസിങ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേഖല എന്ന് പറയുന്നത് സർവീസ് മേഖലയാണ്. എസ്പെഷ്യലി ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ റെയിൽവേസിലൊക്കെ നിങ്ങൾ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ചെറിയ കുട്ടികൾക്കൊരു റേറ്റ് അല്ലേ, ചില കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ്. അറ്റ് ദി സെയിം ടൈം കുറച്ചും കൂടി പ്രായം ചെന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി റിഡക്ഷൻസ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അങ്ങനെ പല സ്ലാബിലാണ് റെയിൽവേയുടെ ടിക്കറ്റ് നിരക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബസ്സുകളിൽ ടിക്കറ്റിൻ്റെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിന് ഒരു കൺസെഷൻസ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതെന്താണ്, ബാക്കിയുള്ള സ്റ്റുഡൻസ് അല്ലാത്തവരിൽ നിന്നും ഒരു റേറ്റും സ്റ്റുഡൻസിൽ നിന്നും വേറൊരു റേറ്റും. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ, ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡ്യുവൽ പ്രൈസിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഡ്യുവൽ പ്രൈസിങ്ങിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്, ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്. ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ വേർതിരിക്കുക.
തരംതിരിക്കുക. അതാണ് ഡിസ്ക്രിമിനേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അങ്ങനെ തരംതിരിച്ച് കസ്റ്റമേഴ്സിൽ നിന്നും പൈസ ഈടാക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ്. ഇനി അതന്നെ പല തരത്തിലുള്ള ഡ്യുവൽ പ്രൈസിങ്ങിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൽ 4 എണ്ണമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് കസ്റ്റമർ പ്രൈസിങ് ഓൺ ദ ബേസിസ് ഓഫ് കസ്റ്റമേഴ്സ് സ്പെസിഫിക്കേഷൻസ് ഓർ customers' demographical features like their age, their peculiarities, especially in the case of physically handicapped cases. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ആ ഒരു സെപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. സോ അവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. റെയിൽവേസ് ഗീവ് കൺസെഷൻ ടു ചിൽഡ്രൻ ആസ് വെൽ ആസ് എൽഡർ സിറ്റിസൺസ് ഓർ സീനിയർ സിറ്റിസൺസ്. ആൻഡ് അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് പ്രോഡക്റ്റ് ഫോം പ്രൈസിങ് ആണ്. പ്രോഡക്റ്റിൻ്റെ ഫോമിനനുസരിച്ച് നമ്മൾ പ്രൈസ് ചെയ്യാം അല്ലേ. ഫോമിൽ ഉള്ള വെച്ച് നന്നായിട്ടൊന്നും കൂടി പാക്ക് ചെയ്തിട്ടുണ്ട്. സോ പ്രൈസ് വിൽ ബി ഇൻക്രീസ്ഡ് അല്ലേ. പാക്കിങ്ങിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് പ്രൈസ് എന്ത് ചെയ്യപ്പെടും, ഇൻക്രീസ് ചെയ്യപ്പെടും. ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം ഫോട്ടോ വിത്ത് ഡിഫറെൻറ്റ് ഫ്രെയിംസ് അല്ലേ. പല ഫ്രെയിം ഇട്ടിട്ടുള്ള ഒരേ ഫോട്ടോ, ഒരേ സംഭവം, അത് ഫ്രെയിമിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് ചെയ്യുന്നു. സെയിം ബുക്ക് വിത്ത് ഡിഫറെൻറ്റ് ബൈൻഡിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബൈൻഡിങ്ങിന് ഒരേ ബുക്ക് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സംഭവം ടെക്സ്റ്റ് ഒന്ന് തന്നെ, പക്ഷേ അതിൻ്റെ ബൈൻഡിങ്ങിലുള്ള വ്യത്യാസം കൊണ്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യുക, പ്രൈസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടൈം പ്രൈസിങ്. ടൈമിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച്, പ്രത്യേകിച്ചും സീസണൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്. സീസണിൽ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിന് വില കുറവായിരിക്കും, അതേസമയം ഓഫ് സീസണിൽ വില കൂടുതലായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്? സീസണൽ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത സീസണിൽ മാത്രമാണ് കൂടുതൽ എന്ത് ചെയ്യുക, ഡിമാൻഡ് ഉണ്ടാവുക. ഓഫ് സീസൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡിമാൻഡ് കുറയും. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റബിലിറ്റി സെയിം ലെവലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ അതാണ് ടൈം പ്രൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ പ്രൈസ്. ലൊക്കേഷൻ അനുസരിച്ച് അല്ലേ, ലൊക്കേഷൻ അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ലൊക്കേഷനിൽ എല്ലാത്തിനും പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സീസണിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഇതിലേക്ക്, നമ്മൾ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിട്ടൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വില ഭയങ്കര കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതാ ഒരു സിറ്റുവേഷൻ്റെ പ്രത്യേകതയാണ് അല്ലേ. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ചില ഹോട്ടൽസ്, ചില റെസ്റ്റോറൻറ്റ്സ്, ചില ഹോസ്പിറ്റൽസ് വളരെ സിറ്റീസിൽ, ടൗൺസിൽ ഒക്കെയുള്ള വളരെ പോപ്പുലേറ്റഡ് ഏരിയയിലുള്ള, വളരെ പേര് കേട്ട ഏരിയകളിലുള്ള സംഭവങ്ങൾക്കൊക്കെ വളരെ ചാർജ് കൂടുതലായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു വില്ലേജിലുള്ളൊരു ഹോട്ടലിലാണോ ചാർജ് കൂടുതലുണ്ടാവും, ഒരു ടൗണിലുള്ള ഹോട്ടലിലായിരിക്കുമോ, നമുക്ക് തീർച്ചയായിട്ടും അറിയാം. സോ ലൊക്കേഷൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടും, ഇത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള 4 തരമാണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തത്, പറഞ്ഞത്. ഏതൊക്കെയാണ്? കസ്റ്റമറി നമ്മൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ ടൈം ബേസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, അതോടൊപ്പം പ്രൊഡക്റ്റ് ഫോമിൻ്റെ ബേസിസിലുള്ളത് നമ്മൾ പറഞ്ഞു, ആൻഡ് ഓൾസോ ലൊക്കേഷൻ ബേസ്ഡ്. അപ്പോൾ എന്താണ് ഡുവൽ പ്രൈസിങ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അടുത്ത പ്രൈസിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് അഡ്മിനിസ്റ്റേർഡ് പ്രൈസിങ്. Administered pricing. എന്താണ് administered pricing? Administered pricing means here the marketer is looking into the factors which are administered or which are demanded by the management only. മാനേജ്മെൻറ്റ് എന്തുദ്ദേശിക്കുന്നു, മാനേജ്മെൻറ്റ് എന്ത് പറയുന്നു, അഡ്മിനിസ്ട്രേഷൻ എന്ത് പറയുന്നു, അതുമാത്രമേ നമ്മൾ നോക്കണുള്ളൂ. And we are not going to analyze the cost structure of our concern. We are not going to analyze the demand pattern of the consumer. We are imitating, or we are following the instructions given by the management or the administration. That type of pricing is known as administered pricing. അതായത് മാനേജ്മെൻറ്റ് പറയുന്നത് അപ്പാടെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. വേറെ ഒന്നും തന്നെ, ഇത്ര രൂപ ഇടാൻ പറഞ്ഞു, ഇത്ര രൂപ നമ്മൾ എന്ത് ചെയ്തു, ഇട്ടു. ബാക്കി ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. സോ ദാറ്റ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഈസ് നോൺ ആസ് അഡ്മിനിസ്റ്റേർഡ് പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോൺ ആസ്
negotiated pricing. Negotiated. And what do you mean by negotiation? Negotiated pricing. എന്താണ് negotiation? Negotiation means the frequent discussions between two parties, two or more parties. They are known as negotiations. And here ആര് തമ്മിലാണ് negotiations നടക്കുന്നത്? Here frequent discussions and negotiations will be taken place in between marketer and the supplier, marketer and the consumer, marketer and various other intermediaries. And after all these discussions and after all these negotiations, we are finding out a suitable and apt price for the product, and we are fixing that price also. That type of pricing is known as negotiated pricing. Supplier mainly അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സപ്ലയേഴ്സിനെയാണ്. സപ്ലയേഴ്സ് മീൻസ് റോ മെറ്റീരിയൽസ്, മെഷീനറി, ഫിനാൻസ്, ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ്. അപ്പോൾ ആ സപ്ലയേഴ്സിൻ്റെ അവരുമായിട്ടുള്ള ഡിസ്കഷനുകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു പ്രൈസിങ്, ദറ്റ് ഈസ് നെഗോഷിയേറ്റഡ് പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സീൽഡ് ബിഡ് പ്രൈസിങ്. Sealed bid pricing. And what is a sealed bid? You may have heard about the usually the process of inviting tenders, quotations. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ, പത്രങ്ങളിലൂടെയൊക്കെ കൊട്ടേഷൻസ് ക്ഷണിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അത് വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ മെഷീനറി അതുപോലെ തന്നെ പ്ലാന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പത്രങ്ങളിൽ പരസ്യങ്ങൾ കൊടുക്കുക. അതേസമയം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് പ്രൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് സീൽഡ് ബിഡുകൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സീൽഡ് ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രൈസ് നമ്മളൊരു എൻവലപ്പിൽ, ഒരു കവറിങ് ലെറ്ററിൽ നമ്മൾ വൃത്തിയായി എഴുതി അത് സീൽ ചെയ്ത് മാർക്കറ്ററെ നമ്മൾ എന്ത് ചെയ്യാണ്, ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മാർക്കറ്ററിനെ ഏൽപ്പിച്ച് അതുപോലെ ഒരാൾ മാത്രമല്ല അങ്ങനെ കൊടുക്കുക, ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കൊടുത്തിരിക്കുന്ന സീൽഡ് ബിഡിൻ്റെ അർത്ഥം ലേലത്തുക എന്നൊക്കെയാണ്. ലേലത്തിലാണ് ഈ ബിഡ് എന്നുള്ള വാക്ക് നമ്മൾ ഓപ്ഷൻ സെയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഓപ്ഷൻ സെയിലിലാണ് ഈ ബിഡ് പ്രൈസ് എന്നുള്ളൊരു ടേം എന്ത് ചെയ്യുന്നത് വരും. ഇവിടെ ലേലത്തിൽ നിന്നുള്ള അർത്ഥമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ആ ബിഡ് പ്രൈസ്, ആ ഒരു പ്രൈസ്, പെർട്ടിക്കുലർ പ്രൈസ്, അവരാഗ്രഹിക്കുന്ന ആ പ്രൈസ് നമ്മൾ സീൽഡ് ആയിട്ടുള്ള ടെൻഡറുകൾ മുഖേന നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങിച്ചതിന് ശേഷം എത്ര പേരാണോ അങ്ങനെ കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെയും ഒരുമിച്ച് വെച്ച് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് ഏതാണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുകയും ചെയ്യും. അതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രൈസിങ് ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സീൽഡ് ബിഡ് പ്രൈസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രസ്റ്റീജ് പ്രൈസിങ്. പ്രസ്റ്റീജ് പ്രൈസിങ് എൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അല്ലേ. പ്രസ്റ്റീജ് pricing, the main aim of this prestige pricing is to ensure or to secure the prestige of the consumers. ആരാണോ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത്, ആരാണത് ഉപയോഗിക്കുന്നത്, അവരുടെ ആ ഒരു പ്രസ്റ്റീജ് നിലനിർത്തി കൊണ്ടുപോവുക. ഫോർ എക്സാമ്പിൾ ബിൽഡിങ്സ് ലൈക്ക് ലക്ഷറിയസ് കാർസ്, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾക്കൊക്കെയാണ് ഇതുപോലുള്ള പ്രസ്റ്റീജ് പ്രൈസിങ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നടത്താറുള്ളത്. കാരണം നമ്മൾ നേരത്തെ സൈക്കോളജി പ്രൈസിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു, കുറവ് പ്രൈസ് എന്ന് പറയുന്നത് പലപ്പോഴും പുവർ ക്വാളിറ്റി അതുപോലെ തന്നെ പുവർ പെർഫോമൻസ് എന്നതിനെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പലപ്പോഴും എല്ലാത്തിനും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രസ്റ്റീജ്, അത് വാങ്ങിച്ചുപയോഗിക്കുന്നവർക്കൊരു പ്രസ്റ്റീജിയസ് ആയിട്ട്, പ്രത്യേകിച്ചും കാർ അല്ലേ, കാർ കമ്പനികൾ അത് അതിൻ്റെ യൂട്ടിലിറ്റി മാത്രം ബേസ് ചെയ്തിട്ടാണോ അതിൻ്റെ വിലയിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് അല്ലാന്ന് നമ്മൾ പറയേണ്ടി വരും അല്ലേ. അത് പലപ്പോഴും പല ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്, പല ബ്രാൻഡ് കാറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആ കാർ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെയും കൂടി ആ ഒരു ഇമേജ് ഫുൾഫില്ല് ചെയ്യുക, ആ ഒരു ഈഗോ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതൊക്കെ കൂടിയിട്ടാണ് അവിടെ മെയിനായിട്ടുള്ള ഉദ്ദേശമായിട്ട് എന്ത് ചെയ്യണത് വരുന്നത്. സോ ദാറ്റ്സ് ദ മീനിങ് ഓഫ് പ്രസ്റ്റീജ് പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് perceived value pricing. Perceived value pricing. Perceived value pricing. And what do you mean by perceived value? What is perceived value? എന്താണ് perceived value? Perceived value means the value that are perceived by a particular customer. ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു വാല്യൂ, ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൈസ് ചെയ്യുക. പെർസെപ്ഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അവർ ഒരു പ്രോഡക്റ്റിലൂടെ കാണുന്ന ആ ഒരു വാല്യൂ, അവർ ഉന്നം വയ്ക്കുന്ന, അവർ എയിം ചെയ്യുന്ന ആ ഒരു വാല്യൂ, ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൈസിങ് നടത്തുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. അവിടെ സെല്ലറുടെ കോസ്റ്റിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളെയോ അല്ല നമ്മൾ ബേസ് ചെയ്യുന്നത്, ഓൺലി ദ കൺസ്യൂമർ പെർസെപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലോസ് ലീഡർ പ്രൈസിങ്. അടുത്ത പ്രൈസിങ്ങിൻ്റെ പ്രത്യേകത, അതിനൊരു നല്ലൊരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താ? ലോസ് ലീഡർ പ്രൈസിങ്. ആൻഡ് ഹു ഈസ് എ ലോസ് ലീഡർ? ആരാണ് ലോസ് ലീഡർ? ലോസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു സെയിം കമ്പനിയുടെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ലൈനുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം കമ്പനിയുടെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് വിൽക്കുന്ന സമയത്ത്, വലിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ളൊരു പ്രൈസിങ് ടെക്നിക്ക്, ലോസ് ദ ലീഡർ പ്രൈസിങ് ടെക്നിക്ക് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് തന്നെ 10 പ്രോഡക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 പ്രോഡക്ട്സിൽ 3 പ്രോഡക്ട്സ് ചിലപ്പോൾ ലോസ് ലീഡേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രോഡക്ട്സ് നമ്മൾ ലോസിനായിരിക്കും വിൽക്കുന്നുണ്ടാവുക. ലോസിന് വിൽക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ആരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ബാക്കി 10 എണ്ണത്തിൽ 3 എണ്ണേ ലോസ് ലീഡേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ള 7 എണ്ണം എന്ന് പറയുന്നത് സാധാരണ റെഗുലർ പ്രൈസിങ്ങിൽ. ലോസ് വരാനായിട്ടുള്ള സാധ്യത എപ്പോഴാണ് ഉണ്ടാവുക? കോസ്റ്റിനേക്കാളും കുറവ് പ്രൈസ് തീരുമാനിക്കുമ്പോൾ. അപ്പോൾ 3 എണ്ണത്തിന് കോസ്റ്റിൻ്റെ ബിലോ ആയിരിക്കും പ്രൈസിങ് നടത്തുക. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ സംഭവിക്കണേ? ലോസാണ് സംഭവിക്കണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവും. കാരണം വളരെ കുറവ് വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് ഒരേ സമയം ഒരുപാട് പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് സാധ്യതയാണ്. ആ കമ്പനിയുടെ ഇമേജ് തന്നെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ലോസ് ലീഡേഴ്സിൻ്റെ ഒപ്പം ബാക്കിയുള്ള പ്രോഡക്ട്സും എന്ത് ചെയ്യപ്പെടും? വിൽക്കപ്പെടും. അത് പക്ഷേ വിൽക്കപ്പെടുന്നത് ലോസിനായിരിക്കില്ല, എന്തിനായിരിക്കും? പ്രോഫിറ്റിനായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ കിട്ടുന്ന ആ 7 പ്രോഡക്ട്സിന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് ഈ 3 പ്രോഡക്ട്സിന് ഉണ്ടാവുന്ന ലോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഗെയിം നമ്മൾ എന്താണ് കളിക്കുന്നത്. പക്ഷെ കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടി പതറിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് ലൈനിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മിക്സിൽ കൂടുതലും ലോസ് ലീഡേഴ്സ് ആണെങ്കിൽ അവസാനം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരരുത്. അങ്ങനെ ഉണ്ടാവാതെ നോക്കണം. അപ്പോൾ ലോസ് ലീഡേഴ്സിൻ്റെ കാര്യമാണ്. ആ ഒരു ടൈപ്പ് ഓഫ് പ്രൈസിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോസ് ലീഡർ പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൊണോപ്പൊളി പ്രൈസിങ്. ഈ ഒരു വാക്ക് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ് അല്ലേ? മൊണോപ്പൊളി മീൻസ് ആ ഒരു സോവറനിറ്റി, ആ ഒരു സോവറൻ പവർ, മാർക്കറ്റിലുണ്ടാവുന്ന ഒരു പരമാധികാരം. ഞാൻ മാത്രമേ വിൽക്കാനുള്ളൂ, ഞാൻ മാത്രമേ പ്രൈസ് ഇടുന്നുള്ളൂ, എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്. സോ ദാറ്റ് ഈസ് മൊണോപ്പൊളി. ലൈക്ക് ഹിയർ ഇവിടെ പ്രൈസിങ് നടത്തുന്നത് ഒരു മൊണോപ്പൊളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൊണോപ്പൊളി പ്രൈസിങ് എന്നുള്ളത്. ചില മാർക്കറ്റിൽ മൊണോപ്പൊളിസ്റ്റിക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ വേറെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നൊരു സംരംഭം തന്നെ അവിടെ ഉണ്ടായിരിക്കില്ല.
അപ്പം അങ്ങനെ വരുമ്പോൾ മൊണോപ്പൊളിസ്റ്റാണ് എന്ത് തീരുമാനിക്കുക, പ്രൈസ് എത്രയാണെന്ന് തീരുമാനിക്കുക. അവർ ചിലപ്പോൾ ഒരു ഹയർ പ്രൈസ് ഇടും, കുറച്ച് കഴിയുമ്പോൾ അവർ ലോവർ പ്രൈസ് ഇടും. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാം. വേറെ ആരും അവിടെ ചോദ്യം ചെയ്യാൻ വരില്ല. ബിക്കോസ് ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെക്റ്റഡ് പ്രൈസിങ്. എക്സ്പെക്റ്റഡ് പ്രൈസിങ്. And what do you mean by expected pricing? എന്തായിരിക്കും എക്സ്പെക്റ്റഡ് പ്രൈസിങ്? എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, the sellers or the marketers are ready to analyze the expectations and aspirations of the consumers, and on the basis of their expectations they will on the basis of the consumers expectations they will charge the price of the product. That type of pricing is known as expected pricing. കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിനെ അത് മനസ്സിലാക്കിയാലേ നമുക്ക് അതിനനുസരിച്ച് പ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അവരുടെ ഡിമാൻഡ് മാത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് മാത്രം നോക്കിയിട്ടോ ഒന്നും നമുക്ക് പ്രൈസ് ചെയ്യാതെ അതിന് പകരം കൺസ്യൂമേഴ്സ് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഏത് പ്രൈസാണ് അവർ, അതിനൊരുപാട് സർവേസും കമ്മ്യൂണിക്കേഷൻസൊക്കെ നമ്മൾ നടത്തേണ്ടി വരും. അതിനുശേഷം മാത്രമേ ആ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. എക്സ്പെക്റ്റഡ് പ്രൈസ് കണ്ടുപിടിച്ചാൽ തന്നെ എന്ത് നടക്കുള്ളൂ, എക്സ്പെക്റ്റഡ് പ്രൈസിങ് നടക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് captive product pricing. Captive product pricing. And what is captive product pricing? Captive product pricing എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒപ്പം വേറൊരു പ്രോഡക്റ്റിൻ്റെയും കൂടി സെയിൽസിന് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പ്രൈസ് ചെയ്യുക. അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ചെയ്യുക. അതിൽ നമ്മൾ ക്യാപ്റ്റീവ് പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ സാധാരണ എക്സാമ്പിളായിട്ട് പറയുന്നത് റേസർ ആൻഡ് റേസർ ബ്ലേഡ്സ്. റേസറും റേസർ ബ്ലേഡ്സും അല്ലേ, അതൊപ്പം ഒരേ ഉദ്ദേശത്തിന് വേണ്ടി ഒരേ പർപ്പസിന് വേണ്ടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സാണ്. അപ്പോൾ അതിനെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ചെയ്യുക. ലൈക്ക് വൈസ് ബോൾ പെൻ ആൻഡ് റീഫിൽസ്, നമുക്ക് ബോൾ പെന്നും റീഫില്ലും ഒരേ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ ഒരേ രീതിയിൽ എന്ത് ചെയ്യുക, പ്രൈസ് ചെയ്യുക. ഒരെണ്ണത്തിൻ്റെ വില വളരെ കുറവ്, ഒരെണ്ണത്തിന് വളരെ ഹൈ പ്രൈസും നമ്മൾ സാധാരണ കാണാറില്ലേ അങ്ങനെ. സോ ദീസ് ആർ ദ മെയിൻ അങ്ങനെയുള്ള കോമ്പിനേഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, ക്യാപ്റ്റീവ് പ്രോഡക്ട്സ്. അങ്ങനെ നമുക്ക് ബണ്ടിലായിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദിസ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ് മെത്തേഡ്. ആൻഡ് നെക്സ്റ്റ് one is price lining. Price lining, and price lining, it involves the pricing of product lines. പ്രൊഡക്റ്റ് ലൈനിനെ, അതായത് ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന പ്രൊഡക്ട്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ആർ ഡിഫറെൻറ്റ് ഇൻ ദെയർ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസിനനുസരിച്ച് ഏറ്റവും ബേസ് ലെവലിലുള്ളതിന് ഒരു 10 രൂപ, അതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതിന് 12, കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുന്നതിന് 14. അങ്ങനെ ഒരേ പ്രൊഡക്റ്റ് ലൈനിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോഡക്ട്സിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രൈസ് ചെയ്യുക. എന്തിൻ്റെ ബേസിസിൽ പ്രൈസ് ചെയ്യുക, ക്വാളിറ്റിയുടെ ബേസിസിൽ പ്രൈസ് ചെയ്യുക. അങ്ങനെ പ്രൈസ് ചെയ്യുന്ന രീതിയെ പ്രൊഡക്റ്റ് ലൈൻസ് ഉള്ള കമ്പനികൾക്കാണ് അത് എന്ത് ചെയ്യുക സാധിക്കുക. അങ്ങനെയുള്ള രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൈസ് ലൈനിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് ബണ്ടിലിംഗ് pricing. Product bundling. And what do you mean by bundling? What is a bundle? You know what is bundle? ഒരു കൂട്ടം പ്രോഡക്ട്സുകൾക്ക് ഒരുമിച്ച് ഒരേ പ്രൈസ്, എല്ലാത്തിനും കൂടി ഒരു ഒറ്റ പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുക, പറയാം. ഷാംപൂ, സോപ്പ് അല്ലേ, വാഷിംഗ് സോപ്പ്, ബാത്തിങ് സോപ്പ്, എല്ലാം കൂടി ഒരുമിച്ച് ഒരു വില പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബണ്ടിലിംഗ് പ്രൈസ്. അതിനെ വിളിക്കുന്ന പേരാണ് ബണ്ടിലിംഗ് പ്രൈസ്. ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ദ സെയിൽസിനെ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകളുടെ സെയിൽസിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊഡക്റ്റ് ബണ്ടിലിംഗ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജോഗ്രഫിക്കൽ പ്രൈസിങ്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇറ്റ് ഈസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ജോഗ്രഫീനെ ബേസ് ചെയ്തിട്ട്. അത് ബയർ സെല്ലർ
തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രൈസിങ്ങിനെ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ബയറും സെല്ലറും അടുത്തടുത്ത് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിങ്ങിൻ്റെ, ജോഗ്രഫിക്കൽ പ്രൈസിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു പ്രൈസിങ് ടെക്നിക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് അതിൽ തന്നെ പല മെത്തേഡുകൾ അവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് FOB പ്രൈസിങ്. FOB പ്രൈസിങ്. FOB എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ് പ്രൈസിങ്. ഫ്രീ ഓൺ ബോർഡ്. ഫ്രീ ഓൺ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഷിപ്പിലൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഷിപ്പിലെത്തുന്നത് വരെയുള്ള ചാർജ്, ഇപ്പം ഞാൻ സെല്ലറാണ്, സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഷിപ്പിലെത്തുന്നത് വരെയുള്ള എല്ലാ ചാർജും ഞാൻ എന്ത് ചെയ്യണം, ഷിപ്പിലെത്തിക്കുന്നത് വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇതൊക്കെ ഞാൻ കൊടുക്കണം. അതാണ് ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത്. അതേസമയം ഷിപ്പ് ബയറുടെ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സാധനങ്ങൾ എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബയറുടെ ഉത്തരവാദിത്തമാണ്. അതായത് അവിടെ നിന്ന് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഫ്രൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇൻഷുറൻസ് ഫെസിലിറ്റീസ്, ഇൻഷുറൻസ് ചാർജ് ഇതൊക്കെ ആര് നോക്കേണ്ടി വരും? ബയർ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രൈസിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ ഓൺ ബോർഡ് പ്രൈസിങ്. അതായത് അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയർക്ക് അധിക ചുമതല വരുന്നുണ്ട്. ബയറെ സംബന്ധിച്ചിടത്തോളം അയാൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മീറ്റ് അതും കൂടി കഴിഞ്ഞ് ബാക്കിയുള്ള പ്രൈസ് മാത്രമേ ആർക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? സെല്ലർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതും കൂടി അതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തിയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഫ്രീ ഓൺ ബോർഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂണിഫോം ഡെലിവേർഡ് പ്രൈസിങ്. യൂണിഫോം ഡെലിവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ without considering the geographical differences between the customers, equal price is charged for all the customers. That is known as a uniform type of pricing. And the next one is zone pricing. Zone pricing means എന്തായിരിക്കും? The customers are divided on the basis of different zone. സോണലായിട്ട് തിരിക്കുകയാണ്. ഡിഫറെൻറ്റ് സോണുകൾക്ക് ഡിഫറെൻറ്റ് പ്രൈസുകൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. And next one, base point pricing. Base point, we will select a base point, and when the customer is if a particular customer is situating or is living in a far away place from this base point, we will charge the product on the basis of distance between the base point and the customer's point. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബേസ് പോയിന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ സെലക്ട് ചെയ്യണം ഏതാണ് എൻ്റെ ബേസ് പോയിന്റ്. ഇപ്പോൾ വലിയ മാർക്കറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരള ഈസ് മൈ ബേസ് പോയിന്റ്. ഇനി കേരളത്തിൽ നിന്നും ഡിസ്റ്റൻസിനനുസരിച്ച് കസ്റ്റമറെ ഞാൻ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. എത്ര ഡിസ്റ്റൻസ് കൂടണോ അത്രയും പ്രൈസ് എന്ത് ചെയ്യും, കൂടും. എത്ര കുറയണോ അത്രയും. ഇനി ചെറിയ മാർക്കറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തൃശ്ശൂർ നമ്മുടെ ബേസ് പോയിന്റ്, തൃശ്ശൂരാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ നമ്മുടെ ബേസ് പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എത്രത്തോളം അതിൻ്റെ ദൂരം, സ്റ്റേറ്റ് അല്ല ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകൾ എത്രത്തോളം ദൂരം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. സോ അപ്പോൾ ബേസ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് പ്രൈസിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബേസ് പോയിന്റ് പ്രൈസിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫ്രൈറ്റ് അബ്സോർപ്ഷൻ പ്രൈസിങ്. ഫ്രൈറ്റ് അബ്സോർപ്ഷൻ പ്രൈസിങ് മീൻസ് ഫ്രൈറ്റിൻ്റെ ചാർജും കൂടി അബ്സോർബ് ചെയ്യുന്ന, അതും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ പ്രൈസിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് യൂഷ്വലി ദ ഫ്രൈറ്റ് ചാർജസ് ആർ ഗിവൺ ബൈ സെല്ലറാണ് ഫ്രൈറ്റ് ചാർജസ് കൊടുക്കുന്നത്. ഫ്രൈറ്റിൻ്റെ ചാർജും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രൈസിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്രൈറ്റ് അബ്സോർപ്ഷൻ. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള ജോഗ്രഫിക്കൽ പ്രൈസിങ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വി ഹാവ് സ്റ്റഡീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ്. പല തരത്തിലുള്ള പല ബേസുകളുള്ള പ്രൈസിങ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, പഠിച്ചത്. ഓരോന്നിൻ്റെയും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, കടക്കാം. സോ അണ്ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.